കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വന്ധ്യതാ ചികിത്സ IVF സെൻ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഏറ്റവും മെയിൻ ഡോക്ടറും അതിൻ്റെ ഓണർ തന്നെയാണ്. വളരെ ഫേമസ് ആണ്. എവിടെ നോക്കിയാലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ പരസ്യങ്ങളും പരസ്യ ബോർഡുകളുമാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി 2 IVF പരാജയപ്പെട്ടു. ഈ 2 IVF പരാജയപ്പെട്ടതിൽ അവർക്ക് ഏകദേശം ഒരു 6 ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരോട് ചോദിച്ചാലും അറിയാം, IVF ചെയ്തവർക്കറിയാം. ആദ്യം 1.5 ലക്ഷം എന്ന് പറഞ്ഞാലും അത് എത്തി നിൽക്കുന്നത് 3-ലും 4-ലും ഒക്കെയാണ് പോയി എത്തി നിൽക്കാറുള്ളത്. ഈ IVFന് ലക്ഷങ്ങളുടെ ചിലവാണ് വരിക. അപ്പോൾ 2 IVF പരാജയപ്പെട്ടപ്പോൾ ഏകദേശം അവരുടെ മറ്റു ചിലവുകളും താമസവും പോക്കുവരവും എല്ലാം കൂടി 6 ലക്ഷം രൂപയോളം അവർക്ക് ഇതായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഡോക്ടറോട് ലാസ്റ്റ് അവർ പറഞ്ഞു, ഇനി അടുത്തൊരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, കേരളത്തിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ ചെയ്യുന്ന സ്ഥാപനമാണ് തങ്ങളുടേതെന്നും ഇവിടെ പരാജയപ്പെട്ടാൽ ഇനി വേറൊരു ഓപ്ഷൻ കാണിക്കാൻ എനിക്ക് വേറൊരു സ്ഥാപനമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത് ആ പേഷ്യൻസ് ഒരു കാര്യം ചോദിച്ചു, സാർ നാട്ടുവൈദ്യത്തെക്കുറിച്ചിട്ട് സാറുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങളിങ്ങനെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ പാടൂരിലുള്ള പൊന്നൻപൂശാരി ചികിത്സാലയത്തിലേക്ക് പോകാനാണ് പലരും നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞത് നിഷികാന്ത് പാടൂരിൻ്റെ പാരമ്പര്യ വന്ധ്യതാ ചികിത്സയ്ക്കാണോ എന്ന്. ആദ്യമായി ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നുണ്ട്. കാരണം എന്നെ അറിയില്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാം. പക്ഷേ നിഷികാന്ത് പാടൂരിൻ്റെ പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സയ്ക്കാണോ പോകുന്നത് എന്ന് ചോദിച്ച ആ വലിയ മനസ്സിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം ഒരു വൈദ്യനെ അറിയും എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് പറയാത്തത് കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അതവിടെ ഇരിക്കട്ടെ. അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചക്ക ഇടുമ്പോൾ മുയൽ ചാവുന്ന രീതിയിലുള്ള ഒരു ചികിത്സയാണല്ലോ നിഷികാന്തിൻ്റെ എന്ന്. ഞാൻ പറയട്ടെ, 2 തവണ ചക്ക ഇട്ടപ്പോൾ 6 ലക്ഷം രൂപയാണ് അവർക്ക് നഷ്ടം വന്നത് അല്ലേ? ഒരു തവണ ചക്ക ഇടുമ്പോൾ 3 ലക്ഷം രൂപയാണ്, ഡോക്ടർ ചക്ക ഇടുമ്പോൾ 3 ലക്ഷം രൂപയാണ് നഷ്ടം. ഞാൻ ചക്ക ഇടുമ്പോൾ 850 രൂപയെ നഷ്ടമുള്ളൂ. ഞാൻ ഒരു മാസം ഒരു ചക്ക ഇടുള്ളൂ, അത് 850 രൂപയുടെ ചക്ക. ഇത് 3 മാസം 4 മാസം കൊണ്ട് 6 ലക്ഷം രൂപയുടെ ചക്ക ഇട്ടിട്ട് അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന പേഷ്യൻറ്റിനോടാണ് പറയുന്നത് നിഷികാന്ത് പാടൂരിൻ്റെ ചികിത്സ ചക്കയിട്ട് മുയൽ ചാവുന്നത് പോലെയാണെന്ന്. ചക്കയിട്ട് മുയൽ ചത്തതിൻ്റെ തെളിവുകൾ ഒരു 2000 വേണമെങ്കിൽ എനിക്ക് തരാൻ കഴിയും. അതിന് നമ്മൾ ചക്ക ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുയൽ ഓടി വരുന്ന ദൂരം, അതിൻ്റെ മുയലിൻ്റെ സ്പീഡ്, നമ്മൾ ചക്ക ഇടുമ്പോൾ ഏത് സമയത്താണ് മുയൽ കൃത്യമായി നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിലെത്തുക എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചക്ക ഇടുമ്പോൾ മുയൽ ചാവും. ഞാനൊരു ചക്ക ഇടുമ്പോൾ 850 രൂപയാണ് ചിലവെങ്കിൽ താങ്കൾ ചക്കയിടുമ്പോൾ 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ചിലവ്. അപ്പോൾ നിങ്ങളുടെ ചക്ക മുയലിൻ്റെ മേലെ വീണില്ലെങ്കിൽ നഷ്ടം 3 ലക്ഷം 4 ലക്ഷമാണ്. എൻ്റെ ചികിത്സയ്ക്ക് 850 രൂപയേ ഉള്ളൂ. ആദ്യത്തെ മാസത്തേക്ക് മാത്രം സ്ത്രീകൾക്കും പുരുഷനും കൂടിയിട്ട് 3200 രൂപയുടെ മെഡിസിൻ വരും, 3200ൻ്റെ മെഡിസിൻ വരും. പിന്നെ എല്ലാ മാസവും ഞാൻ വെറും 850 രൂപയെ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്, നിഷികാന്ത് പാടൂര് രോഗികളുമായി കൂടുതൽ അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ലെന്നും അദ്ദേഹം രോഗികളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളും തൻ്റെ കാര്യങ്ങൾ പറയുകയും പഥ്യം പറയുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യണം. അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച വന്നാൽ അദ്ദേഹത്തിന് ആകെ കൂടി ഒരു മനുഷ്യത്വപരമല്ലാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം രോഗികളോട് പെരുമാറുന്നത്. ഞാൻ ആ ഡോക്ടറോട് ചോദിക്കട്ടെ, ഞാൻ ആകെ കൊടുക്കുന്നത് 850 രൂപയുടെ മെഡിസിനാണ് ഒരു മാസത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ 3200 രൂപയുടെ മെഡിസിൻ ആദ്യത്തെ മാസം കൊടുത്തതിന് ശേഷം എല്ലാ മാസവും വെറും 850 രൂപയ്ക്കാണ് മരുന്ന് കൊടുക്കുന്നത്. ഈ 850 രൂപയ്ക്ക് മരുന്ന് കൊടുത്താൽ എനിക്ക് ഈ രോഗികളെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ സോപ്പിട്ട് നിർത്താനൊന്നും താല്പര്യമില്ല. ഈ 3 ലക്ഷവും 6 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വാങ്ങിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും. ഒരു പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തതിൻ്റെ കുറ്റബോധം മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ രോഗികളോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ പെരുമാറുന്നത്. ഞാനൊരു രോഗിയെ കാണുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മരുന്നിൽ ഞാൻ 1% പോലും കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി
കണ്ണീരിൻ്റെ അംശമുള്ള ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ വന്നിട്ടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി മുത്തശ്ശന്മാർ കാണിച്ചു തന്നിട്ടുള്ള, എൻ്റെ പിതാമഹന്മാർ കാണിച്ചു തന്നിട്ടുള്ള ആ വഴിയിലൂടെ കൃത്യവും സത്യസന്ധവുമായ രീതിയിലേക്കാണ് ഞാൻ എൻ്റെ ചികിത്സ കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി എൻ്റെ മുന്നിൽ വന്നാൽ അവരെ ചിരിപ്പിച്ച് കളിപ്പിച്ച് സൂചിപ്പിച്ച് വിടുന്നതല്ല എൻ്റെ ചികിത്സാ രീതി. എൻ്റെ ചികിത്സ കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് പാലിച്ചതിന് ശേഷം അവർ കുഞ്ഞുമായി എന്നെ കാണാൻ വരികയും ചെയ്യുന്ന ആ ഒരു രംഗം മനസ്സിലാലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രോഗികളെ ചികിത്സിക്കുന്നത്. പഥ്യം തെറ്റുമ്പോൾ എനിക്ക് രോഗികളുമായി മാനസികമായി തെറ്റേണ്ടി വരും. അത് അവരുടെ ആവശ്യവും എൻ്റെയോ ആവശ്യമാണ്.